ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ഈ പേരുമലയിലെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉമേഷ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെ? നമ്മളിപ്പോൾ കാണുന്നത് ആ വീട്ടിലാണ്. അതായത് 3 പേരുടെ മരണത്തിനിടയാക്കിയ 3 പേരെ കൊന്ന്, അതായത് മാതാവിനെയും താൻ ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെയും സഹോദരനെയും 9ാം ക്ലാസ്സുകാരനെ സഹോദരനെയും കൊന്ന ആ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് ഇപ്പോൾ ഉണ്ട്. പോലീസ് അകത്ത് തെളിവെടുപ്പ് തുടരുകയാണ്. ഈ വീടിന് മുന്നിൽ ഈ വസ്ത്രങ്ങളെല്ലാം കൂട്ടിയിട്ട നിലയിൽ കാണാനാകും. വെഞ്ഞാറമൂട് സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ളത്. എന്തായാലും പേരുമല ജംഗ്ഷനോട് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ സ്ഥലമുള്ളത്. നിരവധി ആളുകൾ ഈ സംഭവം അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവം. ഈ എന്താണ് പോലീസിന് ഈ വിവരം കിട്ടി തൊട്ട് പിന്നാലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. എന്തായാലും പോലീസ് തുടർന്ന് വിവരങ്ങൾ ചോദിക്കാറുണ്ട്. ചേട്ടാ, എന്താ നിങ്ങൾ നേരത്തെ എത്തിയതാണോ? ഈ സംഭവം അറിഞ്ഞെത്തിയതാണോ? ഈ ആരാ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത്? പോലീസ് കൊണ്ടുപോയത് ഫുഡിലെന്താ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ പയ്യൻ. അറിയോ ഈ പയ്യനെ പ്രതി? വെഞ്ഞാട് സ്കൂളിലാണ് പഠിച്ചത്. ഗൾഫിലായിരുന്നു അല്ലേ? വിസിറ്റിങ്ങിന് പോയി, ഫാദറിന്റെ അടുത്ത് വിസിറ്റിങ്ങിന് പോയിട്ട് വന്ന പയ്യനാ. നമ്മുടെ ചേട്ടന്റെ മൊഴിയാണ് പോലീസ് എന്തൊക്കെയാണ് ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ? ഞാൻ അറിഞ്ഞാണ് വരണത്. എന്നെ പെട്ടെന്ന് വിളിച്ച് നാസറാക്ക് പെട്ടെന്ന് വാന്ന് പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ ശ്രമം നടന്നതായിട്ട് അറിഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് വിശദമായിട്ട് അറിയുന്നതും. പുരമേങ്ങ നടന്ന കൊലപാതകവും പിന്നെ അവന്റെ ബാപ്പാടെ ഉമ്മായ പാങ്ങോട് 80 വയസ്സ് പ്രായം വരും. ഞാൻ അവിടെ പോകാറുള്ളതാണ്. 2 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടുത്തെ അവളെ എല്ലാ കാര്യങ്ങളും എന്റെ മുറയ്ക്ക് എന്റെ സൗകര്യമാണ്. എന്ത് കാര്യത്തിന് ഞാനായിരുന്നു ഇവിടെ വരണത്. ട്രീറ്റ്മെന്റ് ആയിരുന്നു. അമ്മ തുടക്കമേ ഞാനാണ് അവിടെ RCCയിൽ കൊണ്ടുപോകുന്നതും അവിടെ അതെല്ലാം ഏർപ്പാട് ചെയ്ത് കൊടുത്തതും. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു 1-2 വർഷം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാത്തെന്ന് പറഞ്ഞാൽ യവന് തലപ്പൊക്കമായി, പിന്നെ കാറായി, ബുള്ളറ്റായി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ബുള്ളറ്റ് കൊച്ചു ബുള്ളറ്റ്. അഫ്സാൻ വിദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു അല്ലെ? വിസിറ്റിങ്ങിനാണ് പോയത് അവൻ. എപ്പോഴാണ് തിരിച്ചെത്തിയത്? അത് ഇവരെല്ലാം പോയിട്ടുണ്ട്, തള്ളയും പോയിട്ടുണ്ട്. അത് 2 വർഷമായി പോയിട്ട് തിരിച്ചപ്പോ എത്തിയുള്ളൂ. അപ്പൊ ജോലി അങ്ങനെ 2 വർഷത്തിന് മുമ്പാണ് പോയത്. എന്നാ തിരിച്ചെത്തിയത്? അവര് 3-4 മാസം നിന്നോളൂ. ഈ എന്താണ് ജോലി? അഫ്സാൻ എന്താണ് പഠിച്ചത്? അവൻ 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, +1 ആണ്ടേ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള മുമ്പിട്ടുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇങ്ങോട്ട് വരാറില്ല. അവന്റെ ഒരു നമ്മളെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് നമ്മളങ്ങ് മാറിക്കൊടുത്തു. എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയില്ല അതിനെ കുറിച്ചൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്തെങ്കിലും രീതിയിലൊരു അക്രമം എന്തെങ്കിലും നടത്തിയത്? ഒരു 5 ദിവസത്തിന് മുമ്പ് ഞാൻ ആറ്റിങ്ങൽ റോഡിൽ നിന്നും വെഞ്ഞാറമൂട്ടിലേക്ക് എന്റെ ബൈക്കിൽ വരുമ്പം യവൻ ഒരു ബൈക്കിൽ, അവൻ ഇവിടെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ആ ബൈക്കിൽ ആറ്റിങ്ങൽ റോഡിലോട്ട് പോകുന്നു. പെൺകുട്ടി ബാക്കിയിരിക്കണം. കണ്ടുകൊണ്ട് ഞാൻ മോഹം മാറ്റി. കാരണം യവൻ എന്നെയും കണ്ടു, ഞാനും കണ്ടു. അപ്പം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല. കാരണം മാമ കണ്ടോ എന്നുള്ള തോന്നൽ വരണ്ട. ഞാൻ മോഹം മാറ്റി. എന്റെ വീട്ടിലോട്ട് ഞാൻ അത് പറഞ്ഞിട്ടില്ല. പെൺകുട്ടി അറിയാമോ? എനിക്കറിയില്ല. ഈ പരിസരത്തുള്ള എനിക്കറിയില്ല. പെൺകുട്ടിയെ കുറിച്ചൊന്നും അറിയില്ല. ഒരു ബൈക്കിലുണ്ടായിരുന്നു. ഇന്ന് 5 ദിവസമായി, 4 ദിവസമായി. സമീപത്തുള്ള ഈ വീട്ടിലെ ആൾക്കാരോട് സമീപത്ത് ഇത് ഒരു പോലീസുകാരനാണ്, ഷാജാൻ സുവല്ല ആണ്. ഷെമി നേരത്തെ തന്നെ ചികിത്സയിലാണ്. അവളിപ്പോ ഒരു 4-5 വർഷം കൊണ്ട് RCC ട്രീറ്റ്മെന്റിലായിരുന്നു. അനിയൻ 9ാം ക്ലാസ്സിലെ ചെറിയ കുഞ്ഞാലോ? 9ാം ക്ലാസ്സിൽ പഠിക്കണം. അവർക്ക് നല്ല ശരീരമൊക്കെ ഉള്ള ഒരു പയ്യനാണ്. അഫ്സാന് മുമ്പ് ഈ പ്രദേശവാസികളോ അങ്ങനെ ആരോടെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ? ഇല്ല. ഞാനിപ്പോൾ എന്റെ വീട് താഴെയാണ്. പക്ഷെ ഞാൻ ഇപ്പം 15 കൊല്ലം വെഞ്ഞാറമൂടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് കൊണ്ടുപോക്ക്, ആപ്പാടെ വീട്ടിലൊക്കെ പോകുന്നതൊക്കെ പെരുന്നാൾ വരെ ഞാനാണ് വണ്ടി എടുത്ത് കൊണ്ടുപോകണമൊക്കെ ആയിരുന്നു.